ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനുജ മോർബിറ്റ്. എന്താണിന്ന് ജ്യൂസൊക്കെ ആയിട്ടെന്നാണോ നോക്കുന്നത്? വേറെ ഒന്നല്ല ഗായ്സ്, നമ്മുടെ സ്കിൻ ബ്രൈറ്റനിങ് ഒരു ഹോം മെയ്ഡ് സീക്രട്ട് ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഇത് ഞാൻ ട്രൈ ചെയ്തിട്ട് എനിക്ക് നല്ലൊരു റിസൾട്ടാണ് ഉണ്ടായത്. അറ്റ്ലീസ്റ്റ് ഞാൻ 1 മന്തെങ്കിലും പ്രോപ്പറായിട്ട് ഞാനിത് കുടിച്ചിട്ടുണ്ട്. സോ ഇതിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ. ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 ബീട്രൂട്ട്, 2 ആപ്പിൾ, 2 ക്യാരറ്റ്, അതുപോലെ തന്നെ ഒരു 4 നെല്ലിക്ക, ഒരു ഇഞ്ചിയുടെ കഷ്ണം. ഇതെല്ലാം നമ്മൾ കുനുകുന അരിഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ഗ്ലൂട്ടാത്തയോൺ ഡ്രിങ്ക് വളരെയധികം ഫേമസ് ആയൊരു ഡ്രിങ്കാണ്. ഇൻസ്റ്റയിലൊക്കെ നല്ലപോലെ വൈറലായൊരു ഡ്രിങ്കാണ്. ഇത് ഹോം മെയ്ഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈസിലി അവൈലബിൾ ആയിട്ട് നമുക്ക് തന്നെ വിശ്വസിച്ച് കുടിക്കാൻ പറ്റിയൊരു ഡ്രിങ്കും കൂടിയാണ് ഗൈസ്. അപ്പോൾ നമ്മളെല്ലാം അരിഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം, നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിൽ വേറെ ഒരു മായമില്ല ഗൈസ്, നമുക്ക് വിശ്വസിച്ച് കുടിക്കാൻ പറ്റുന്നൊരു ഡ്രിങ്കാണ്. ഞാനിത് ട്രൈ ചെയ്ത് റിസൾട്ട് ഉള്ളത് കൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്. അതിനായിട്ട് ഇതേ ഞാനിവിടെ ജ്യൂസർ മിക്സ് ചെയ്യുന്ന മിക്സറാണ് എടുത്തിട്ടുള്ളത്. ജ്യൂസ് പോലെ നമുക്ക് ആക്കിയെടുക്കണം. അത് ആപ്പിൾ ഇടുന്നു, അതിന് ശേഷം നമുക്ക് ബീട്രൂട്ട് ഇടുക. നിങ്ങളുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് എടുത്താൽ മതി. ഇവിടെ ഞാൻ ബീട്രൂട്ടിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് കൂടുതലായിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കുക. ഈ ഒരു ഡ്രിങ്കിൻ്റെ മറ്റൊരു സ്പെഷ്യാലിറ്റി, ഇത് സ്കിന്ന് മാത്രമല്ല ബ്രൈറ്റൻ ചെയ്യുന്നത് ഗൈസ്. ഇത് നമ്മുടെ ഹെയറും നമ്മുടെ സ്കിന്നും അതുപോലെ നമ്മുടെ ബോഡി കംപ്ലീറ്റ്ലി ഹെൽത്തി ആയിട്ട് നിൽക്കും. ഇതുകൊണ്ട് നെല്ലിക്ക, ബീട്രൂട്ട്, ആപ്പിള്, ഇഞ്ചി ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഡൈജഷൻ വരെ പ്രോപ്പറാവും. അപ്പം എങ്ങനെ നോക്കിയാലും ഈ ഒരു ഡ്രിങ്ക് നമുക്ക് ഹെൽപ്ഫുള്ളാണ് എല്ലാ തരത്തിലും. എന്നാൽ പിന്നെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കൂടെ അല്ലേ? അതിനായിട്ട് ഞാനിവിടെ ഒരു 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. അധികം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഞാൻ എൻ്റെ ക്വാണ്ടിറ്റി ഇവിടെ കുറച്ച് അധികം ആയതുകൊണ്ടാണ് ഞാൻ അത്രയും വെള്ളം ആഡ് ചെയ്തത്. നിങ്ങൾക്കിത് മിക്സ് ചെയ്ത് കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും ഈ കൺസിസ്റ്റൻസി എങ്ങനെയാണ് വേണ്ടതെന്നുള്ളത്. അപ്പോൾ ഇത് മിക്സ് ചെയ്യാൻ റെഡി ആയിട്ടിട്ടുണ്ട്. നമുക്കൊന്ന് അടിച്ചെടുക്കാം. ഈ കാണുന്നതാണ് ഗൈസ് നമ്മുടെ ജ്യൂസിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. അത്യാവശ്യം തിക്കാണ്, പക്ഷേ കുറച്ച് ജ്യൂസിയാണ്. ഇങ്ങനെയാണ് നമുക്ക് കിട്ടേണ്ടത്. ഇതേ നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ടിന്നിലോട്ടാണ് മാറ്റി വയ്ക്കുന്നത്. ഇത് ഡെയിലി മിക്സ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ടാസ്ക് ആണ് ഗൈസ് അല്ലേ? അതുകൊണ്ട് നമ്മൾ കുറച്ചധികം മിക്സ് ചെയ്ത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിലാക്കി നമ്മൾ എടുത്ത് വെക്കുന്നു. അതുപോലെ ഇത് നമുക്ക് ഐസ് ക്യൂബ് ആവുന്ന മറ്റേ പാനലിലിട്ടിട്ട് നമുക്ക് എടുത്ത് വെക്കുകയും ചെയ്യാം. നമുക്ക് ഐസ് ക്യൂബായിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. ഞാൻ ഈ ഡപ്പിയിലാണ് സേവ് ചെയ്ത് വെക്കുന്നത്. ഇനി ഇതുപോലെ വേണമെങ്കിൽ നമുക്കിങ്ങനെയും എടുത്ത് വെക്കാൻ പറ്റും. ഇല്ല നിങ്ങൾക്കിനി വല്ല ബോട്ടിലാണ് ആക്കിയെടുത്ത് വെക്കാൻ പറ്റുന്നെങ്കിലും അതും ഓക്കെയാണ്. എങ്ങനെ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മളെല്ലാം സെറ്റാക്കിയിട്ട് ഇതെല്ലാം നമ്മൾ ഫ്രിഡ്ജിലെടുത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. സോ ഇത് കുറച്ചധികം ദിവസത്തേക്ക് അങ്ങനെ തന്നെ നിന്നോളും, ഒരു കുഴപ്പം ഉണ്ടാവില്ല. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ട മസ്റ്റായിട്ടുള്ളൊരു ഡ്രിങ്കാണ് ഗൈസ്. നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഇതിലധികം പണിയൊന്നുമില്ല ഗൈസ്. എല്ലാ ദിവസവും വെറും വയറ്റിൽ രാവിലെ ഇളം ചൂടുവെള്ളത്തിൽ ഇത് മിക്സ് ചെയ്യുക, ആവശ്യത്തിനെടുത്ത് മിക്സ് ചെയ്യുക, കുടിക്കുക. ദാറ്റ്സ് ഇറ്റ്. നമ്മുടെ സ്കിന്നും ഹെയറും നമ്മുടെ ഡൈജഷനും അറ്റ് ദ സെയിം ടൈം അടിപൊളിയായിട്ട് വർക്കാവും, ഇമ്പ്രൂവ് ആവും. എൻ്റെ സ്കിൻ തന്നെ നല്ല ബ്രൈറ്റനിങ് ആണ്. അതുപോലെ ഒരു ബ്ലഷൊക്കെ വന്നു തുടങ്ങി ഗൈസ്. സോ അടിപൊളിയാണ്, നല്ല റിസൾട്ട് ഉണ്ടാവും പ്രോപ്പറായിട്ട് ഫോളോ ചെയ്താൽ മാത്രം. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ റിസൾട്ട് എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബൈ ബൈ.